അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. അപ്പോൾ ഐശ്വര്യവും സമ്പത്തും വർദ്ധിച്ചാൽ അത് ബാങ്കിൽ നിറഞ്ഞ് അടുത്ത ബാങ്കിലോട്ട് അടുത്ത ബാങ്കിലോട്ട് സ്വിസ് ബാങ്കിലോട്ട് ഇങ്ങനെ ഇടാനാണോ പറഞ്ഞിരിക്കുന്നത്? ഐശ്വര്യ സമ്പത്തും വർദ്ധിക്കുമ്പോൾ തിരിച്ചറിയുക, അത് നമുക്ക് മാത്രമുള്ള നന്മയല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. കഷ്ടത അനുഭവിക്കുന്ന, ഭാരത്തിലിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ള നന്മയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്നുള്ള സ്വാർത്ഥ ചിന്താഗതികളെ വിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന നന്മ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചതെന്ന് നമ്മൾ വസ്തുത തിരിച്ചറിയണം. അവർ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. ചിലർ ചെയ്യുന്ന പോലെ കഷ്ടതയെ കിടക്കുന്നവന് 10 രൂപ കൊടുത്തിട്ട് 1000 രൂപ കൊടുത്തെന്നൊക്കെ പത്രത്തിലും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് അടിച്ചു വിടുന്ന പോലെ അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇടം കൈ കൊടുക്കുന്ന വലം കൈ അറിയല്ല. നാട്ടുകാട് മൊത്തം പറഞ്ഞു നടക്കാനല്ല, തമ്പുരാന്റെ കൃപയിൽ വല്ലം ചെയ്യാൻ ദൈവ അവസരം തന്നാൽ അത് നന്മ ചെയ്യുക. അവർ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു.